ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ ഫസ്റ്റ് യൂണിറ്റിലെ സ്റ്റോറി ആയിട്ടുള്ള ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്ന് പറയുന്ന പാഠഭാഗത്തെ ന്യൂ വേർഡ്സും അതിന്റെ മീനിങ്സും ആണ്. അപ്പൊ നമ്മൾ വേർഡ്സ് പഠിക്കുന്നത് സൗണ്ട്സ് വെച്ചിട്ടാണ്. ഓരോ ലെറ്റേഴ്സിന്റെയും സൗണ്ടുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയ വേർഡ്സ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു വേർഡ്സ് നമ്മുടെ മൈൻഡിൽ സെറ്റ് ആവുകയും പിന്നീട് അത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലെറ്റർ കറേജ്. എന്താ മക്കളെ കറേജ് എന്ന് പറഞ്ഞാല്? ധൈര്യം. എങ്ങനെയാണ് നമ്മളിത് സ്പെല്ലിംഗ് തെറ്റുകൂടാതെ പഠിക്കാം? നമുക്ക് ഓരോ ലെറ്റേഴ്സിനും സൗണ്ട് കൊടുത്തുകൊണ്ട് പഠിക്കാം. കറേജ് എന്നുള്ള വേർഡിലെ ഫസ്റ്റ് ലെറ്റർ സി ആണ്. സിയുടെ സൗണ്ട് ക. സ് എന്നുള്ള മറ്റൊരു സൗണ്ടും കൂടെ ഉണ്ട്. ഇവിടെ സിക്ക് ക എന്നുള്ള സൗണ്ട് ആണ്. ദെൻ ഓ സൈലന്റ് ആണ്, സൗണ്ട് കൊടുക്കൂല കേട്ടോ. കൂടെ എഴുതുമെങ്കിലും ഈ വേർഡില് സൗണ്ട് കൊടുത്തിട്ടില്ല, ക. ദെൻ അടുത്ത് വരുന്ന ലെറ്റർ അ. ദെൻ യു ആണ്. യുടെ സൗണ്ട് അ, ക, അ, ക, നീട്ടൂല കേട്ടോ. ദെൻ ആർ ആണ്. ആറിന്റെ സൗണ്ട് റ്, ക, അ, റ്. എക്ക് എ എന്ന് പറയുന്ന സൗണ്ട് ആണ്. ദെൻ ജ്, ഇ. ഓക്കെ, കറേജ്. ഒന്നും കൂടെ പറയാം. ക, സിയുടെ സൗണ്ട് ക. ഓ സൈലന്റ് ആണ്. ദെൻ യു, ക, അ, ക. ദെൻ ആറിന് റ്. എയുടെ സൗണ്ട് നമുക്കറിയാം. എക്ക് വവൽ സൗണ്ട് ആന്നാണ്. പിന്നെ എ എന്ന് പറയുന്ന സൗണ്ട് ഉണ്ട്. അത് എവിടെയാ വരുന്നതെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു കേട്ടോ. ആ സൗണ്ട്സ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് വരുന്നത് എന്നുള്ളതിന് റൂൾ ഉണ്ട്. ആ റൂൾസ് ഞാൻ വരും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ ക, അ, റ്, എ. ദെൻ ജിയുടെ സൗണ്ട്, ജിക്ക് രണ്ട് സൗണ്ട്സ് ഉണ്ട്, ഗ എന്നും ജ എന്നും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ജ ആണ്. ജ വരാനുള്ള കാരണം ജിയോട് ചേർന്ന് ഈ വന്നതുകൊണ്ടാണ് കേട്ടോ. എൻഡിങ്ങിലാണ് ജി വന്നിട്ടുള്ളത്. ഈ വേർഡിന്റെ എൻഡിങ്ങിലാണ് ജി വന്നിട്ടുള്ളത്. ജിയോട് തൊട്ട് ചേർത്ത് ഈയും കൂടെ വന്നതുകൊണ്ടാണ് ഗ എന്നുള്ള സൗണ്ട് കൊടുക്കാതെ നമ്മൾ ജി എന്ന് കൊടുത്തത്. അപ്പൊ നമ്മളിത് എങ്ങനെ വായിക്കും? ക, അ, റേ, ജ്, കറേജ്. ഇനി നമ്മളൊന്ന് എഴുതി നോക്കിയേ. ക ഉണ്ട്, കന് നമ്മൾ സി കൊടുത്തു. ദെൻ ഓ എന്താണ്? സൈലന്റ് ആണ്. യു, ക, അ, ക, റ്, റ്, എ, ജ്, കറേജ്. കറേജ് എന്ന് പറഞ്ഞാല് ധൈര്യം. ക്ലിയർ ആയോ? നെക്സ്റ്റ് വേർഡ് ബാക്ക് യാർഡ്. എന്താ മക്കളെ ബാക്ക് യാർഡ് എന്ന് പറഞ്ഞാല്? പുറകുവശം അല്ലെങ്കിൽ പുറകുവശത്തെ മുറ്റം എന്നാണ് ബാക്ക് യാർഡ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. നമുക്കിത് സ്പെല്ലിംഗ് തെറ്റുകൂടാതെ ഒന്ന് എഴുതാം അല്ലെ? ഓക്കെ, ബാക്ക് യാർഡ് എന്നുള്ളതിൽ ഫസ്റ്റ് ലെറ്റർ ബി ആണ്. ആദ്യം നമുക്ക് ഇതിന്റെ സൗണ്ട്സ് ഒന്ന് പറഞ്ഞു നോക്കാം. ബിയുടെ സൗണ്ട് ബ്, ബ്. ബിന്റെ കൂടെ നമ്മൾ എനെ കൊടുക്കുകയാണ് കേട്ടോ. എയുടെ സൗണ്ട് എന്താണ്? അ, ബ്, അ, ബ. ദെൻ സിയും കെയും ഒരു ബ്ലെൻഡിങ് സൗണ്ട് ആണ്. ഒന്നിച്ചാണ് ഇതിന് സൗണ്ട് കൊടുക്കേണ്ടത് കേട്ടോ. സിക്കും കെക്കും എന്താ സൗണ്ട്? ക. എന്താണ് സൗണ്ട്? ക. ഓക്കെ, അപ്പൊ ബാക്ക്, ബ്, ആ, ക, ബാക്ക്. ദെൻ വൈയുടെ സൗണ്ട് ഇ. വൈക്ക് ഒന്നിൽ കൂടുതൽ സൗണ്ട്സ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ തൽക്കാലം ഇ എന്ന് പറഞ്ഞ് പഠിക്കാം. ബാക്ക്, ഇന് യാ ആക്കാൻ വേണ്ടിയിട്ട് എ കൊടുത്തു, യാ. ദെൻ ആർ ഇവിടെ സൈലന്റ് ആണ്, ഡ, ഡിക്ക് ഡ. ബാക്ക് യാർഡ്. ഇനി നമുക്ക് ബാക്ക് യാർഡ് ഒന്ന് എഴുതി നോക്കിയാലോ? ഓക്കെ, എഴുതി നോക്കിയാലോ? ബാക്ക് യാർഡ് എന്ന് പറയുന്നിടത്ത് ഫസ്റ്റ് സൗണ്ട് ബ ആണ് അല്ലെ? ബന് നമ്മൾ ആരെ കൊടുത്തു? ബന് ബി എ കൊടുത്തു. ഭ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എ കൊടുത്തു, ബ, ആ, ബ. ദെൻ ഖ ആണ് അല്ലെ? ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയണില്ലേ? അപ്പൊ അവിടെ നമ്മൾ സീനെയും കെനെയും കൊടുത്തു. ബാക്ക്. എന്നുള്ളതിന് വൈ കൊടുത്തു, യാവാന് എ കൊടുത്തു. ബാക്ക് യാ. ആറ് സൈലന്റ്, അത് നമ്മൾ ഓർത്ത് വെക്കണം. ഡ, ഡി. ബാക്ക് യാർഡ്. എന്താ ബാക്ക് യാർഡ് എന്ന് പറഞ്ഞാല്? പുറകുവശത്തുള്ള മുറ്റം. അതാണ് ബാക്ക് യാർഡ് എന്ന് പറഞ്ഞാല്. ഇനി സ്പെല്ലിംഗ് തെറ്റൂലല്ലോ. ഈ രീതിയിൽ പഠിച്ചാല് നമുക്ക് സ്പെല്ലിംഗ് തെറ്റൂല. മറ്റത് നമ്മൾ എങ്ങനെ പഠിക്കുക? ബി എ സി കെ വൈ എ ആർ ഡി എന്ന് പറഞ്ഞ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാല് നമുക്ക് ആ സ്പെല്ലിംഗ് അവിടെ ഇവിടെയൊക്കെ നമുക്ക് വിട്ടുപോകും. അപ്പൊ നമ്മുടെ വേർഡ് എന്തായും തെറ്റിപ്പോകും. അപ്പൊ ഈ രീതിയിൽ സൗണ്ട് വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തെറ്റൂല കേട്ടോ. നോഡ്. നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? തലയാട്ടുക. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് സൗണ്ടോട് കൂടിയിട്ട് എഴുതാൻ പറ്റുക നോക്കാം. ഓക്കെ, ന്, ഓ, ദ. ഓക്കെ, എന്നിന്റെ സൗണ്ട് എന്താണ്? ന്. എന്നിന്റെ സൗണ്ട് ന്. ഓയുടെ സൗണ്ട് ഓ. ദെൻ ഡിയുടെ സൗണ്ട് ദ. നോഡ് എന്ന് പറഞ്ഞാല് തലയാട്ട്. നല്ല എളുപ്പമാണ് കേട്ടോ ഈ വേർഡ് പഠിക്കാൻ. അപ്പം നമ്മുടെ ടെക്സ്റ്റില് നോഡഡ് എന്നാണ്. അപ്പൊ നമ്മൾ അത് ഇങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ന് എന്നുള്ളതിന് എന്ന് കൊടുത്തു. ന്, ഓ. നോ വരാന് നമ്മൾ ഓനെ കൊടുത്തു. ദെൻ ദ ആണ് അല്ലെ? നോഡഡ് എന്നായപ്പോൾ നമ്മൾ ഡബിൾ ഡീനെ കൊടുത്തു. ഈയുടെ സൗണ്ട് എ ആണ്. നോഡഡ്. നോഡഡ് എന്ന് പറഞ്ഞാല് തലയാട്ടുക. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വേർഡ് സ്കൈ. സ്കൈ ഒരു പക്ഷേ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന വേർഡ് ആയിരിക്കും. എല്ലാവരും ബൈഹാർട്ടായി ഒരു പക്ഷേ പഠിച്ചിട്ടുള്ള വേർഡാണ്. SKY, സ്കൈ, ആകാശം എന്നെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും.
എന്നാൽ പോലും നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ സൗണ്ട് വെച്ചിട്ട് എഴുതുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, സ്കൈ എന്ന് പറയുന്ന സമയത്ത് സ്ക് എന്നുള്ള സൗണ്ട് ആണ് അല്ലെ ആദ്യം വരുന്നത്. സ്കൈ ആണ്. അപ്പൊ നമ്മൾ സ്ക് എന്നുള്ളതിന് ആരെയാ കൊടുക്കുന്നത്? എസിനെയും കെയുമാണ് നമ്മൾ കൊടുക്കുന്നത്. എസിന്റെ സൗണ്ട് സ്, കെയുടെ സൗണ്ട് ക്. സ്ക്. ഓക്കെ, ഇനി ഐ എന്നാ വേണ്ട അല്ലെ, സ്കൈ അല്ലെ. അത് നമ്മൾ കൊടുക്കുന്നത് വൈനെയാണ്. നമ്മൾ നേരത്തെ ഒരു വേർഡ് പഠിച്ച സമയത്ത് വൈക്ക് നമ്മൾ എന്താണ് യ് എന്നുള്ള സൗണ്ട് പറഞ്ഞു അല്ലെ, ബാക്ക് യാർഡ് എന്നുള്ളടത്ത് യ് എന്നുള്ള സൗണ്ട് പറഞ്ഞു. ഇവിടെ ഞാൻ വൈക്ക് ഐ എന്നുള്ള സൗണ്ടാ പറയുന്നത് അല്ലെ. എപ്പോഴൊക്കെയാണ് വൈക്ക് ഐ എന്നുള്ള സൗണ്ട് വരിക എന്ന് കൂട്ടുകാർക്ക് അറിയാമോ? എപ്പോഴൊക്കെയാ വരിക? ഒരു സിലബിളിന് ശേഷം അല്ലെങ്കിൽ ഒരു വൺ സൗണ്ടിന് ശേഷം വൈ വരികയും ആ വേർഡ് എൻഡ് ചെയ്യുകയും ചെയ്യുന്നിടത്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐ എന്നുള്ള സൗണ്ട് വൈക്ക് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എമ്മിന്റെ സൗണ്ട് എന്താണ്? മ. വൈയും കൊടുക്കുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുക? വായിക്കുക മ ഐ, മൈ. വൈയുടെ സൗണ്ട് എന്താണ്? വൈയുടെ സൗണ്ട് എന്താണ്? ഐ എന്നാണ്. ഓക്കെ, മ ഐ മൈ. ഇനി അതുപോലെ മറ്റൊരു വേർഡ് പറയട്ടെ, ബിയുടെ സൗണ്ട് നമ്മൾ പഠിച്ചു അല്ലെ. ബിയുടെ സൗണ്ട് ബിന്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ വൈനെ കൊടുത്തു, വൈയിൽ അവസാനിക്കുകയും ചെയ്തു. ബ് എന്ന് പറയുന്ന ഒരൊറ്റ സൗണ്ട് ആണ്. അതിനുശേഷം വൈ വന്നു, വൈയിൽ അവസാനിക്കുകയും ചെയ്തു. വൈക്ക് നമ്മൾ ഈ എന്ന് സൗണ്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. ബ് ഐ ബൈ. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കൈ. ഇവിടെ രണ്ട് വേർഡ് നമ്മൾ എഴുതിയിട്ടുണ്ട്, രണ്ട് ലെറ്റർ നമ്മൾ എഴുതിയിട്ടുണ്ട് എങ്കിലും അവിടെ എന്താ വന്നിട്ടുള്ളത്? സ്ക് എന്ന് പറയുന്നത് ഒരൊറ്റ സൗണ്ട് ആണ്. അതിനുശേഷം നമ്മൾ വൈ കൊടുത്തപ്പോ സ്ക് ഐ സ്കൈ. സ്കൈ എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ? ആകാശം. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ഒറ്റയ്ക്ക് എഴുതിക്കൂടെ സ്കൈന്ന്? നെക്സ്റ്റ് വേർഡ് ആണ് ക്വിക്ലി. എന്താ മക്കളെ ക്വിക്ലി എന്ന് പറഞ്ഞാല്? പെട്ടെന്ന് അല്ലെ. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു വേർഡായി തോന്നുന്നുണ്ടോ? എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് എഴുതാൻ പറ്റും. നമുക്കൊന്ന് നോക്കാം അല്ലെ. ക്വിക്ലി എന്ന് പറയുമ്പോൾ QUICKLY ഇങ്ങനെയാണ് അല്ലെ ഇതിന്റെ സ്പെല്ലിങ് വരുന്നത്. ഇത് നമ്മൾ എത്ര നമ്മൾ റീഡ് ചെയ്ത് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാലും കുറെ കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും അല്ലെ. ഇനി നമുക്കിത് സൗണ്ട് വെച്ചൊന്ന് പഠിച്ചു നോക്കാം. മറന്നു പോകുന്നുണ്ടോ എന്നൊന്ന് നോക്കാലോ അല്ലെ. അപ്പൊ ആദ്യത്തെ ലെറ്റർ ക്വിക്ലി എന്ന് പറയുന്നിടത്ത് ക്യൂ എന്നാണ് അല്ലെ. അപ്പൊ ക്യൂവിന്റെ സൗണ്ട് നമുക്ക് അവിടെ തന്നെ കിട്ടും. എന്താ ക്യൂവിന്റെ സൗണ്ട്? ക്വ്. എന്താ ക്യൂവിന്റെ സൗണ്ട്? ക്വ്. ക്യൂവിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, യു എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് എപ്പോഴും ക്യൂവിന്റെ കൂടെ ഉണ്ടാവും. ക്യൂ എവിടെ ചെന്നാലും അപൂർവം ചില വേർഡ്സിൽ ഉണ്ടാവില്ല, ഭൂരിഭാഗം വേർഡ്സിലും ക്യൂവിന്റെ കൂടെ തൊട്ടടുത്ത് ആരുണ്ടാവും? ക്യൂയുടെ ഫ്രണ്ട് യു ഉണ്ടാവും. അപ്പൊ ഇവിടെ ക്യൂ യുവിനും കൂടെ ഒന്നിച്ചിട്ടാണ് നമ്മൾ സൗണ്ട് കൊടുക്കുന്നത്. ക്യൂ യു വരുമ്പോ എന്തായി? ക്യൂ ക്വ എന്നുള്ള സൗണ്ട് ആയി. അതിന്റെ കൂടെ ഐ വന്നപ്പോ ക്വി. ഓക്കെ, ഐയുടെ സൗണ്ട് എന്താ? ഐയുടെ സൗണ്ട് ഇ ആണ്, ക്വി. ദെൻ സിയും കെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഖ് എന്നുള്ള സൗണ്ട് ആണെന്ന് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. ഖ്. അപ്പൊ ക്യുക്ക്. ദെൻ എല്ലിന്റെ സൗണ്ട് ല്. ഇനി വൈ ആണ് അല്ലെ. വൈക്ക് നമ്മൾ എന്തെല്ലാം പഠിച്ചു ഇപ്പൊ? വൈക്ക് യ് എന്നുള്ള സൗണ്ട് ഉണ്ട്, അതുപോലെ ഐ എന്നുള്ള സൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഇനി മൂന്നാമതൊരു സൗണ്ട് ആണ് വൈയുടേത് പരിചയപ്പെടുത്തുന്നത്. എന്താണ്? ഈ എന്നുള്ള സൗണ്ട്. വൈക്കും ഉണ്ട് എന്ത്? ഈ എന്നുള്ള സൗണ്ട്. ഐക്കും ഉണ്ട് വൈക്കും ഉണ്ട്. വൈയുടെ ഈ എന്നുള്ള സൗണ്ട് എവിടെയാ വരിക? ഒരുപാട് സൗണ്ട്സിന് ശേഷം, കുറച്ച് സൗണ്ട്സിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് ലെറ്റേഴ്സിന് ശേഷം വൈ വരികയും വൈയിൽ ആ വേർഡ് എൻഡ് ചെയ്യുകയും ചെയ്താല് വൈക്ക് നമ്മൾ ഏത് സൗണ്ടാ കൊടുക്കുക? ഈ എന്നുള്ള സൗണ്ടാ കൊടുക്കുക. അപ്പൊ നമുക്കിതൊന്നും കൂടെ പറയാട്ടോ. ഒന്നും കൂടെ നമുക്കൊന്ന് ക്ലിയർ ആയി എഴുതി നോക്കാം. എങ്ങനെയാണ് വരുന്നത്? ക്വ് അല്ലേ. ക്വ് എന്നുള്ളതിന് ആരൊക്കെ വന്നു? ക്യൂവും ഐയും. ക്യൂവും യുവും. യുടെ കൂടെ ആര് വന്നു? ഐ വന്നപ്പോ ക്വി. കീ അല്ല കേട്ടോ, ക്വി. ദെൻ ഖ് എന്നുള്ളതിന് സിയും കെയും. ക്യുക്ക്. ഓക്കെ. ദെൻ എല്ലിന് ല്. ദെൻ വൈ ആണ് ലാസ്റ്റ് വരുന്നത്. അത് നമ്മൾ മൈൻഡിൽ ഓർത്ത് വെക്കുക. വൈയുടെ സൗണ്ട് ഇവിടെ എന്താണ്? ഈ ആണ് കേട്ടോ, ക്യുക്ലി. എന്താണ്? ക്യുക്ലി. അപ്പൊ വൈക്ക് നമ്മൾ ഇന്ന് 3 സൗണ്ട്സ് പഠിച്ചു. ഒരെണ്ണം യ് അല്ലെ, യാക്ക്, യെല്ലോ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് വരുന്നതാണ് യ്. ഓക്കെ. ദെൻ അതുപോലെ തന്നെ മറ്റൊരെണ്ണം ഏതാണ്? ഐ എന്നുള്ള സൗണ്ട് അല്ലെ. ബൈ, മൈ, സ്കൈ, ക്രൈ എന്നുള്ളിടത്തൊക്കെ ഐ എന്നാണ് നമ്മുടെ വൈക്ക് സൗണ്ട് വരുന്നത്.
ദെൻ ഇപ്പൊ നമ്മൾ ഒരെണ്ണം കൂടെ പഠിച്ചു. ഏതാണ്? ക്വിക്ലി. ഏത് സൗണ്ട് വരുന്നത്? ഈ സൗണ്ട് ആണ് എൻഡിങ്ങില് വൈ വരികയും ഒന്നോ രണ്ടോ സൗണ്ട്സിനൊക്കെ ശേഷം ആ വേർഡ് അവസാനിക്കുകയും അതിന്റെ എൻഡിങ്ങില് വൈ വരികയും ചെയ്താല് ആ വൈയുടെ സൗണ്ട് എന്തായിരിക്കും? ഈ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ക്വിക്ലി ക്ലിയർ ആയല്ലോ? ഇനി മറന്നു പോവോ? ഇങ്ങനെ 2-3 പ്രാവശ്യം നിങ്ങൾ സൗണ്ട് വെച്ചൊന്ന് എഴുതി നോക്കിയാല് പിന്നെ നിങ്ങൾ മൈൻഡിൽ അത് സെറ്റ് ആവും ട്ടോ. ഒന്ന് ചെയ്ത് നോക്കണ്ടേ. നെക്സ്റ്റ് വേർഡ് സ്ട്രൈറ്റ്. എന്താ സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാല്? എന്താ മക്കളെ സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാല്? നേരെ. സ്ട്രൈറ്റ്. ഇപ്പൊ നമുക്ക് അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പഠിക്കാം. ഫസ്റ്റ് സൗണ്ട് വരുന്നത് സ്ട്ര് എന്നാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എഴുതി നോക്കാം. എസും ടിയും ആറും ആണ് സ്ട്ര് എന്നുള്ള സൗണ്ടിന് വരുന്നത്. സ്ട്ര് എന്നുള്ളതിന് ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് വരുന്നത്? എസ്, ടി, ആർ. സ്ട്ര്. അതൊരു ബ്ലെൻഡിങ് സൗണ്ട് ആണ് കേട്ടോ. എസിന്റെ സൗണ്ട് സ്, ടിയുടെ സൗണ്ട് ട്, ആറിന്റെ സൗണ്ട് റ്. സ്ട്ര്. ഓക്കെ, സ്ട്ര്. ദെൻ എ എന്നാണ് അല്ലെ? സ്ട്രേറ്റ് എന്നല്ലേ? എ എന്നാണ് വരേണ്ടത്. അപ്പൊ നമ്മൾ അവിടെ ഏതൊക്കെ ലെറ്റേഴ്സ് കൊടുക്കും? എയും ഐയും കൂടെ വരുന്ന ഒരു വവ്വൽ കോമ്പിനേഷൻ ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. എയും വവ്വലാണ്, ഐയും വവ്വലാണ്. എ, സ്ട്ര്, എ, സ്ട്രേ. ദെൻ നമ്മൾ രണ്ടാളെ എഴുതുന്നുണ്ട്, പക്ഷെ ആള് സൈലന്റ് ആണ്. സൗണ്ട്സ് ഒന്നും ഇല്ല കേട്ടോ. ജിക്കും എച്ചിനും സൗണ്ട് ഇല്ല. ആള് സൈലന്റ് ആണ്. സ്ട്ര് എ തന്നെ നിൽക്കുകയാണ് കേട്ടോ. സൗണ്ട് ഇപ്പൊ എന്തായി? സ്ട്രെയിൻ ആയിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് ടിയും കൊടുത്താല് നമ്മുടെ വേർഡ് ആയി. സ്ട്രേറ്റ്, നേരെ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? എസിന്റെ സൗണ്ട് സ്, എസിന്റെ സൗണ്ട് സ്. ദെൻ ആറിന്റെ സൗണ്ട് ട്. അതിന്റെ കൂടെ നമ്മൾ ആറിനെയും കൂടെ കൊടുത്തപ്പോ സ്റ്റ്, ആർ, സ്ട്ര്. ദെൻ എ, ഐ, സ്ട്രേ. ഓക്കെ. ദെൻ വീണ്ടും സൗണ്ട് കൊടുക്കുന്ന ടീക്ക് മാത്രമാണ് കേട്ടോ. ജി എച്ചിന് അവിടെ സൗണ്ട് ഇല്ല എങ്കിലും പക്ഷെ നമ്മൾ എഴുതുന്ന സമയത്ത് അവർ രണ്ടുപേരെയും കൂടെ എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്പെല്ലിംഗ് തെറ്റും. സ്ട്രെയിറ്റ്. ക്ലിയർ ആയോ? സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാല് നേരെ. ഒന്ന് എഴുതി നോക്കിയേ. ഇങ്ങനെ നമ്മൾ എഴുതാം. ഇങ്ങനെ എഴുതാം. സ്റ്റ്, സ്, ട്, റ്. സ്ട്ര്. ഓക്കെ, സ്ട്ര്. ദെൻ എ. കുറച്ച് സ്പേസ് ഇട്ട് എഴുതുന്നുണ്ട് കേട്ടോ, സൗണ്ട് മനസ്സിലാവാനാണ് കേട്ടോ. സ്ട്ര്, എ, ദെൻ ജി എച്ച്, സൈലന്റ്, ദെൻ ട്. സ്ട്രെയിറ്റ്. സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാല് നേരെ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വേർഡ് സ്പോട്ട്. എന്താ മക്കളെ സ്പോട്ട് എന്ന് പറഞ്ഞാല് അർത്ഥം വരുന്നത്? കാണുക. ഓക്കെ, വേർബിലാണെങ്കിൽ കാണുക, ആക്ഷൻ ആണ്, കാണുക എന്നാണ്. നൗണിലാണെങ്കിൽ അവിടെ സ്ഥലം, നമ്മൾ സ്പോട്ടിൽ എത്തി എന്നൊക്കെ പറയുമല്ലോ, അവിടെ സ്ഥലം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇനി ഇത് എങ്ങനെ നമ്മൾ തെറ്റുകൂടാതെ എഴുതുക? എങ്ങനെ നമ്മൾ എഴുതാം? നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ? സ്പോട്ട് ഒന്ന് പറഞ്ഞു നോക്കിയേ. സ്പോട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാ സൗണ്ട് വരുന്നത്? സ്പോട്ട് എന്ന് പറയുന്ന സമയത്ത് സ്പ് അല്ലെ? സ്പ്, ഓ, ട്. സ്പോട്ട്. അങ്ങനെയല്ലേ വരുന്നത്? അപ്പം ആദ്യം ആര് വരും? സ്പ് എന്ന് പറയുന്ന സൗണ്ട് വരും അല്ലെ? ആദ്യം ആര് വരും? സ്പ് എന്ന് പറയുന്ന സൗണ്ട് വരും. ഓക്കെ, സ്പ്. എസും പിയും സ്പ് എന്നുള്ള സൗണ്ട് ആണ്, ബ്ലെൻഡിങ് സൗണ്ട് ആണ്. രണ്ടും കൂടെ കൂടി ചേർന്നിട്ട് പുതിയൊരു സൗണ്ട് തന്നതാണ് കേട്ടോ. സ്പ്. ദെൻ ഓ, സ്പോട്ട്. സ്പോട്ട്. വളരെ എളുപ്പം അല്ലെ? സ്പ്, ഓ, ട്. ഇനി തെറ്റിക്കൂല എല്ലാരും? സ്പോട്ട്. സ്പോട്ട് എന്ന് പറഞ്ഞാല് കാണുക അല്ലെങ്കിൽ സ്ഥലം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ സെക്ഷനിലെ നമ്മുടെ ലാസ്റ്റ് വേർഡ് ആണ് ഗ്രാബ്. എന്താ മക്കളെ ഗ്രാബ് എന്ന് പറഞ്ഞാല്? എടുക്കുക, പെട്ടെന്ന് എടുക്കുന്നതിനാണ് നമ്മള് ഗ്രാബ് എന്ന് പറയാം. ഇങ്ങനെ നമ്മൾ എഴുതുക. ഓക്കെ, ഇങ്ങനെ എഴുതുക. ഗ എന്നുള്ള സൗണ്ട് ആർക്കാ വരിക? ഗ എന്നുള്ള സൗണ്ട് നമ്മുടെ ജീക്കാണ് അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ജിക്ക് 2 സൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗുന്നും ജുന്നും. അപ്പൊ ഇവിടെ നമുക്ക് ആര് വരാ? ജി അല്ലെ? ഗൃ എന്നാണ് അല്ലെ? ഗൃ എന്ന് വരുമ്പോ നമ്മൾ എങ്ങനെ കൊടുക്കും? ജിയും ആറും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഗൃ, ഗൃ, ഗൃ. ആക്ക് നമ്മൾ ഏതാ കൊടുത്തിട്ടുള്ളത്? ആക്ക് ഏതാ സൗണ്ട് വരിക? എ വരിക അല്ലെ? ഗ്രാബ്. ഗ്രാബ്. ഗ്രാബ് എന്ന് പറഞ്ഞാല് എടുക്കുക, പെട്ടെന്ന് എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ചിട്ടുള്ള എല്ലാ വേർഡ്സും ഒന്നും കൂടെ എഴുതി നോക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് ഏതാ പഠിച്ചിട്ടുള്ളത്? ഫസ്റ്റ് നമ്മൾ പഠിച്ചത് കറേജ് ആണ് നമ്മൾ എഴുതാൻ പോണത്. ക്ക് നമ്മൾ പറഞ്ഞു ഓ സൈലന്റ് ആണ്. ദെൻ യു ആണ് ക്ക് ആ വരണം. ക. ദെൻ റ്, എ, ജ്. എക്ക് നമ്മൾ എ എന്നുള്ള സൗണ്ട് ആണെന്ന് പറഞ്ഞു. ദെൻ ജ്, ഇ. കറേജ്. ക്ലിയർ അല്ലേ? കറേജ് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള വേർഡ് ഏതാണ്? നെക്സ്റ്റ് ബാക്ക് യാർഡ് അല്ലെ? ഇങ്ങനെ നമ്മൾ ബാക്ക് യാർഡ് എഴുതിയത് ബ. മിസ്സിന്റെ കൂടെ എല്ലാവരും എഴുതേ. ബ, ആ, ഖ് വരാന് സി, കെ. ദെൻ യാർഡിന് യ്, ആ. ദെൻ ആർ സൈലന്റ്. ഓക്കെ, ബാക്ക് യാർഡ്. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ തേർഡ് വേർഡ് നോഡ് അല്ലെ? നോഡ് വേർഡ് ന്, ഓ, ഡ്. നോഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേർഡ് സ്കൈ.
സ്ക്, സ്ക് ഒറ്റ സൗണ്ട് ആണ്. ദെൻ വൈ വന്നപ്പോ വൈക്ക് ഐ സൗണ്ട്, സ്കൈ. ഓക്കെ, ദെൻ ക്യുക്ലി. ഇങ്ങനെ ക്യുക്ലി എഴുതിയത് നമ്മള് ക്യൂവിന്റെ കൂടെ എപ്പോഴും അതിന്റെ ഫ്രണ്ട്, ക്യൂവിന്റെ കൂടെ എപ്പോഴും അതിന്റെ ഫ്രണ്ട് വൈ ഉണ്ടാവും, സോറി യു ഉണ്ടാവും. അപ്പൊ ക്യൂ, ദെൻ ക്യുയി, ക്ക് എന്നുള്ളതിന് സി കെ എൽ, ഇ എന്നുള്ളതിന് വൈ, ക്യുക്ലി. ക്ലിയർ ആയോ? ക്യുക്ലി. ദെൻ നെക്സ്റ്റ് സ്ട്രെയിറ്റ്. ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്താ സ്ട്ര്, എസും ടിയും ആറും സ്ട്ര്, എ ഐ എ ഇ, ദെൻ ജി എച്ച് സൈലന്റ്, ദെൻ ടി, സ്ട്രെയിറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞാല് സ്പോട്ട്. ഇങ്ങനെ സ്പോട്ട് എഴുതിയത് സ്പോട്ട്, സ്പ് ഓ ട്ട്, സ്പോട്ട്. ക്ലിയർ അല്ലേ? സ്പോട്ട്. ദെൻ ഗ്രാബ്, ഗ്രാബ്. ഗ്ര എന്നുള്ളതിന് നമ്മൾ എന്താ പഠിച്ചത്? ജിയും ആറും എ, ഗ്രാബ്, പെട്ടെന്ന് എടുക്കുക, ഗ്രാബ്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇനി അടുത്തൊരു സെക്ഷനുമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ഓക്കെ ഡിയേഴ്സ്, അപ്പൊ ഇന്നത്തെ ഈ സെക്ഷൻ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.